സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ളം കിട്ടാക്കനി. 8 കോടി മുടക്കിയ പദ്ധതി കാടുകയറി നശിക്കുന്നു. നാശത്തെ നേരിടുന്നത് 3 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിവെച്ച പദ്ധതി. വണ്ടൻമേട്ടിലാണ് കുടിവെള്ള പദ്ധതി കാടുകയറി നശിക്കുന്നത്. കല്ലാർകുട്ടിയിൽ കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലാർകുട്ടി സ്വദേശി തുരുത്തൽ കൊട്ടപ്പനാണ് മരിച്ചത്. ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ലഹരിക്കെതിരായ പോരാട്ടം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒന്നായി മാറണമെന്നും കളക്ടർ പറഞ്ഞു. അടിമാലി വാളറ കുളമാങ്കുഴിയിലെ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു. അഡ്വക്കേറ്റ് രാജ MLA സാന്നിധ്യത്തിൽ 3 DFOയുമായി നടന്ന ചർച്ചയിൽ ആശ്വാസകരമായ തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. 8.5 കോടി മുടക്കിയ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പൂർത്തിയാകാതെ കാടുകയറി നശിക്കുന്നു. യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്തു തീർന്നു. മോട്ടോറുകളടക്കം മോഷ്ടാക്കളും അപഹരിച്ചു. പദ്ധതിക്കായി മുടക്കിയ കോടികളെക്കുറിച്ചോ കരാറുകാരനെക്കുറിച്ചോ അധികൃതർക്കും അറിവില്ല. ഇടുക്കി വണ്ടൻമേട്ടിലാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതി എങ്ങുമെത്താതെ കാടുകയറി നശിക്കുന്നത്. ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് വണ്ടൻമേട്ടിൽ കാട് കയറി നശിക്കുന്ന കോടികൾ മുടക്കിയ ഈ കെട്ടിടവും ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും. 1995 പദ്ധതി ആരംഭിക്കുന്നത്. വണ്ടൻമേട് പുതുവയലിൽ ചെക്കുട നിർമ്മിച്ച് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 2 കിലോമീറ്റർ അകലെയായി നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധീകരണ യൂണിറ്റിൽ എത്തിച്ച് ഇവിടെ നിന്നും വണ്ടൻമേട്, ചക്കുപള്ളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിരുന്നു പദ്ധതി.
ഇതിനായി ആദ്യം 3.5 കോടിയും പിന്നീട് 5 കോടിയും ചെലവഴിച്ചതായാണ് വിവരം. പുതുവയലിൽ ചെക്ക് ഡാം നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പമ്പ് ഹൗസ് സ്ഥാപിച്ച് ഇവിടെ നിന്നും ശുദ്ധീകരണ യൂണിറ്റിലേക്ക് പൈപ്പുകളും സ്ഥാപിച്ചു. എന്നാൽ ഇതിനുശേഷം ചെക്ക് ഡാം നിർമ്മിക്കുകയോ യൂണിറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കുകയോ ചെയ്തില്ല. 2 പഞ്ചായത്തുകളിലെ ആളുകൾ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകി. എന്നിട്ടും അധികൃതർ കണ്ട ഭാവമില്ല. പഞ്ചായത്ത് ചോദിച്ചാൽ പഞ്ചായത്തിൽ പറയത്തില്ല, ബ്ലോക്കിൽ പറയത്തില്ല, ജില്ലയിൽ പറയത്തില്ല, MLA ചോദിച്ചാൽ MLAക്ക് പറയത്തില്ല. വെള്ളം പോലും എത്തിക്കാതെ 8.5 കോടി രൂപ, അതായത് റോഡിൻ്റെ എല്ലാ വശങ്ങളിലൂടെ പൈപ്പ് കുഴിച്ചിട്ടെന്നറിയാം. ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ പണിതു, ഇങ്ങനെ സാധനങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ യാതൊരു ചെയ്യാൻ പറ്റിയിട്ടില്ല. ജനങ്ങളെ കൂട്ടി വലിയൊരു പ്രക്ഷോഭം തന്നെ നടത്താനായിട്ട് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുകയാണ്. ശുദ്ധീകരണ യൂണിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോറുകളെല്ലാം മോഷ്ടാക്കൾ അപഹരിച്ചു. കാട് കയറി മൂടിയ കെട്ടിടവും കാലിയായ വലിയ ടാങ്കും ഇന്ന് ചീട്ടുകളി സംഘങ്ങളുടെയും സാമൂഹിക വിരുദ്ധന്മാരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് കയ്യേറ്റം നടന്നിട്ടുള്ളതായും ആരോപണമുണ്ട്. പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ അഴിമതി ഉണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നതുമാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, വണ്ടൻമേട്. കല്ലാർകുട്ടിയിൽ കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലാർകുട്ടി സ്വദേശി തുരുത്തൽ കുട്ടപ്പനാണ് മരിച്ചത്. ടൗണിൽ ആൾവാസമില്ലാതെ കിടന്നിരുന്ന കെട്ടിടത്തിന്റെ ഭാഗം കഴിഞ്ഞ ദിവസം അടർന്നു വീണിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് കുട്ടപ്പൻ മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ടൗണിലൂടെ ചുറ്റിത്തിരിഞ്ഞു നടക്കാറുള്ള കുട്ടപ്പനെ കഴിഞ്ഞ 2-3 ദിവസമായി കണ്ടിരുന്നില്ല. ഇന്ന് കല്ലാർകുട്ടിയിലെ കെട്ടിടത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് 80-കാരനായ കുട്ടപ്പന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശവാസികൾ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. ടൗണിൽ ആൾവാസമില്ലാതെ കിടന്നിരുന്ന കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഈ കെട്ടിടത്തിന്റെ ഭാഗം കഴിഞ്ഞ ദിവസം അടർന്നു വീണിരുന്നു. ഇതിനിടയിൽപ്പെട്ടതാണ് കുട്ടപ്പൻ മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സിറ്റി വിഷൻ, അടിമാലി. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്നും ആ ചുമതല അവർക്ക് ഇഷ്ടമുള്ള ഒന്നായി മാറണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തൊടുപുഴ അൽ-അസ്ഹർ കോളേജിൽ നടന്ന പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കളക്ടർ. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ തെറ്റായ മാതൃകകൾ പിന്തുടരുന്നവരാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ മാതൃകകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് ബോധവൽക്കരണം നൽകേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നത്. തെറ്റാണ് ചെയ്യുന്നതെന്നറിയാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ബോധവാന്മാരാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും കളക്ടർ പറഞ്ഞു. ആൻഡ് ടൊബാക്കോൻ്റെ യൂസ് വളരെയധികം ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉപയോഗിക്കുന്നവർ അതിന് ഉള്ള ബാഡ് എഫക്ട്സ് അറിയാത്തത് കൊണ്ടും പിന്നെ ഒരു അഡിക്ഷൻ കൊണ്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർ ഈസ് വൺ അനദർ ആംഗിൾ ടു ഇറ്റ്. നിങ്ങളെല്ലാം യു മൈറ്റ് ഹാവ് ബീൻ ബോൺ സം ടൈം ആഫ്റ്റർ 2000, റൈറ്റ്? യു ആർ ഓൾ 2K kids, കറക്റ്റ് അല്ലേ? Sometime between 1990. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി. മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ വിഷയാവതരണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഗയസ് EK പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിഗരറ്റ്, ബീഡി, പാൻ മസാല തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ മരണത്തിലേക്ക് നയിക്കാവുന്ന ധാരാളം മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയോ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തൊടുപുഴ അൽ-അസ്ഹർ കോളേജ് ചെയർമാൻ KM മൂസ ദിനാചരണ സന്ദേശം നൽകി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം പുകയില കേന്ദ്രീകരിച്ച ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിനും ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു സുധാകരൻ, ഉഷ രാജശേഖരൻ, ബിന്ദു ഷാജി, നീതുമോൾ ഫ്രാൻസിസ്, ലൈല കരീം തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സിറ്റി വിഷൻ, തൊടുപുഴ. അടിമാലി വാളറ കുളമാങ്കുഴിയിലെ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു. അഡ്വക്കേറ്റ് രാജ MLA സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.
പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. 3 കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തിയിരുന്നത്. പ്രദേശത്തെ 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തി. കാട്ടാന ശല്യത്തിനെതിരെ ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുകയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് രാജ MLA സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി ചർച്ച നടന്നത്. പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ കാട്ടാന ശല്യം അവസാനിക്കുമെന്നാണ് ആളുകളുടെ പ്രതീക്ഷ. കുളമാങ്കുഴി പാട്ടടമ്പ് മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാവുകയും അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിച്ചുകൊണ്ട് ദേരൂകര റേഞ്ച് ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഞാനും കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് TK ഷാജിയും സഖാവ് ഷിജു ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കുളമാങ്കുഴിയിലെത്തുകയും അവിടെ വെച്ച് DFOയും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കം വനപാലകരുമായി ചർച്ച ചെയ്ത് DFOയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ 2 മണിക്ക് വാളറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് യോഗം ചേരാമെന്നും ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാം എന്നും DFO ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉപരോധം ഞങ്ങൾ അവസാനിപ്പിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ച മുഴുവൻ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. പിടിയാനകളിൽ ആകൃഷ്ടരായി കാട്ടുകൊമ്പന്മാർ എത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആന സവാരി കേന്ദ്രങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. കാട്ടാനകളെ ഭയന്ന ആളുകൾക്ക് കൃഷിയിടങ്ങളിൽ പകൽ സമയത്ത് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വാളറ കുളമാങ്കുഴി മേഖലയിൽ ഉണ്ടായിരുന്നത്. സിറ്റി വിഷൻ, അടിമാലി. 95 വയസ്സുള്ള സ്വന്തം മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച ശേഷം സ്വർണമാല കവർന്ന കൊച്ചുമകൻ അറസ്റ്റിൽ. അടിമാലിക്ക് സമീപം മച്ചിപ്ലാവ് പുളിക്കൽ മേരിയുടെ ആഭരണമാണ് കവർന്നത്. മേരിയുടെ മൂത്ത മകന്റെ മകനായ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മച്ചിപ്ലാവിലെ വീട്ടിൽ മേരി മകനും ഭാര്യയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇവർ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന മേരിയുടെ മുഖത്ത് തലയണ അമർത്തിപ്പിടിച്ച ശേഷം കഴുത്തിൽ കിടന്ന 2.5 പവനോളം തൂക്കം വരുന്ന സ്വർണമാല ബലമായി കവർന്നെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പള്ളിയിൽ നിന്നും മക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ പ്രതി സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ടൗണിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അഭിലാഷ് മുൻപും സമാന കേസുകളിൽ പ്രതിയായിരുന്നിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾ മുൻപാണ് പീരുമേട് ജയിലിൽ നിന്നും മോചിതനായതെന്നും പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച മാല നെടുങ്കണ്ടത്ത് വിറ്റതായി മൊഴി നൽകിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. മേരിക്ക് കഴുത്തിലും നെഞ്ചിലും നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, അടിമാലി. സ്കൂൾ കുട്ടികൾക്ക് സമ്മാനപ്പൊതികളുമായി രാജാക്കാട് YMCA. പന്നിയാർകുട്ടി സെന്റ് മേരീസ് സ്കൂളിലും പഴയവഴുതി ഗവൺമെന്റ് UP സ്കൂളിലുമാണ് YMCA പഠനോപകരണങ്ങൾ അടങ്ങിയ സമ്മാനപ്പൊതികൾ എത്തിച്ചു നൽകിയത്. 1 മാസം മുമ്പാണ് രാജാക്കാട് YMCA രൂപം കൊണ്ടത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധുജന സഹായങ്ങളും ഡയാലിസിസ് രോഗികൾക്ക് വേണ്ട സഹായവും എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് രാജാക്കാട് പഞ്ചായത്തിലെ 2 സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ അടങ്ങിയ സമ്മാനപ്പൊതികൾ നൽകിയത്. പന്നിയാർകുട്ടി സെന്റ് മേരീസ് സ്കൂളിലും പഴയവഴുതി ഗവൺമെന്റ് UP സ്കൂളിലുമാണ് YMCA ഭാരവാഹികൾ സ്കൂൾ ബാഗും കുടയും ബുക്കും പെൻസിലും ബോക്സും അടക്കമുള്ള പഠനോപകരണങ്ങൾ അടങ്ങിയ സമ്മാനപ്പൊതികളുമായി എത്തിയത്. സ്കൂളിലെ അർഹരായ കുട്ടികൾക്കെല്ലാം സമ്മാനപ്പൊതികൾ എത്തിച്ചു നൽകി. പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് സ്കൂളിൽ മാനേജർ ഫാദർ ലൂക്ക തച്ചാപ്പറമ്പത്ത്, ഹെഡ് മിസ്ട്രസ് PA ലിജിമോൾ, PTA പ്രസിഡന്റ് ബിജു തോമസ് എന്നിവർ ചേർന്ന് സമ്മാനപ്പൊതികൾ ഏറ്റുവാങ്ങി. പഴയവഴുതി ഗവൺമെന്റ് UP സ്കൂളിൽ ഹെഡ് മാസ്റ്റർ AS ആസാദ്, PTA പ്രസിഡന്റ് US സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി KV ഷിബു എന്നിവർ ചേർന്ന സമ്മാനപ്പൊതികൾ ഏറ്റുവാങ്ങി. രാജാക്കാട് YMCA പ്രസിഡന്റ് ബെന്നി പാലക്കാട്, സെക്രട്ടറി ബാബു കൊച്ചുപുരയ്ക്കൽ, ഭാരവാഹികളായ
ഡെയ്സൺ മാത്യു, സോഫി സോണി, സാബു കുന്നുംപുറത്ത്, ടൈറ്റസ് ജേക്കബ്, ജോഷി പുതിയടത്ത്, ജെയ്മോൻ ഇടയോടിയിൽ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം, രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. മഴക്കാലജന്യ രോഗങ്ങൾക്കൊപ്പം കോവിഡും കൂടെ പിടിമുറുക്കിയ ഇടുക്കിയിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ നിലയിലാണെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. ഇടുക്കി പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം തുടങ്ങിയ താലൂക്ക് ആശുപത്രികളിലും ഇടുക്കി മെഡിക്കൽ കോളേജിലുമടക്കം ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത സ്ഥിതിയാണ്. തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇവിടങ്ങളിലെത്തുന്ന സാധാരണക്കാർ നിരാശയായി മടങ്ങുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് KPCC സെക്രട്ടറി ആവശ്യപ്പെട്ടു. കാലവർഷം വ്യാപിച്ചതോടുകൂടി ഇടുക്കി ജില്ലയിലെ ആതുര ശുശ്രൂഷ സേവന രംഗങ്ങളെല്ലാം ഇന്ന് പ്രവർത്തനരഹിതമായി ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇടുക്കി മെഡിക്കൽ കോളേജും ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല, കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരില്ല, മതിയായ ജീവനക്കാരില്ല. കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കോവിഡ് പരിശോധന നടത്തുന്ന RT-PCR ടെസ്റ്റ് നടത്തുന്നതിനും ടെസ്റ്റ് നടത്തി കോവിഡ് പോസിറ്റീവാണ് എന്ന് പോസിറ്റീവാകുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നടപടിയും ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ആരോഗ്യ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. താലൂക്ക് ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ല, മെഡിക്കൽ കോളേജുകളിൽ മതിയായ ഡോക്ടർമാരില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തുറന്നു വെച്ച് ഒരു ഡോക്ടർ പോലും ഇല്ലാതെ തുറന്നു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മതിയായ രോഗികൾക്ക് മതിയായ മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ല. മരുന്നിന്റെ ദൗർലഭ്യം വലിയ അളവിൽ ആരോഗ്യ മേഖലയിൽ ഇന്ന് വലിയ പ്രതിസന്ധി. സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ആശുപത്രികൾ ഇന്ന് അവർക്ക് ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഡോക്ടർമാരെയും ജീവനക്കാരെയും മതിയായ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം. കോവിഡ് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര ശ്രദ്ധ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വേനലിനും കാലവർഷത്തിനും തകർക്കാനാവില്ല ജോർജ് കുട്ടിയുടെ ഏലം കൃഷിയെ. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിലും ഇത്തവണത്തെ കാലവർഷത്തിന്റെ ആരംഭത്തിലും വ്യാപകമായി ഏലം കൃഷി നശിച്ചെങ്കിലും ചോറ്റുപാറ സ്വദേശിയായ ജോർജ് കുട്ടി എന്ന കർഷകന്റെ തോട്ടത്തിലെ ഒരു ചെടി പോലും നിലത്ത് വീണില്ല.
ഇദ്ദേഹം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച പ്രതിരോധശേഷി കൂടിയ ഇനം ഏലച്ചെടികളാണ് ഇതിന് സഹായകരമായത്. ആ കൃഷിവിശേഷങ്ങൾ കാണാം. ഇതാണ് ജോർജ് കുട്ടിയുടെ ഏലത്തോട്ടം. ഏതാണ്ട് 1.5 ഏക്കർ മാത്രമാണ് കൃഷിയുള്ളത്. ഈ തോട്ടത്തിലെ ഒരു ചെടി പോലും ഇലപഴുത്തോ അഴുകൽ രോഗം ബാധിച്ചോ നിലത്ത് വീഴുന്നില്ല. ഇതിന് കാരണം കാറ്റിനെയും വേനലിനെയും മഴയെയും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ചെടികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതിനു പുറമെ മികച്ച ഇനം ചെടികളും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. നമ്മുടെ തോട്ടത്തിന്റെ പ്രത്യേകത കാറ്റിനെയൊക്കെ അതിജീവിക്കുന്ന ചെടികളാണ്. ഒരു 6-7 സൈസ് വെറൈറ്റി ചെടികളുണ്ട്. പിന്നെ നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചെടുത്ത് അതുണ്ട്. കാറ്റിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതാണ്. ഇവിടെ അയൽവക്കത്തോടെയുള്ള എല്ലാം ചെടി തോട്ടത്തിലെല്ലാം കാറ്റടിച്ച് മറിച്ചും എല്ലാം കളഞ്ഞു. നമ്മുടെ തോട്ടത്തിൽ അങ്ങനെയൊന്നും ഒരു ചെമ്പ് പോലും പോയിട്ടില്ല. സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച ഏലച്ചെടി പേറ്റന്റിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 6 അടിയോളം ഉയരത്തിൽ തട്ട വളരുകയും ചിമ്പിന് 5 അടിയിലധികം നീളം വയ്ക്കുകയും ചെയ്യും. ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ്ക്ക് വലിപ്പവും അരികളുടെ എണ്ണത്തിൽ 3 ഇരട്ടിയിലധികം വർധനവും ഉണ്ടാകും. കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരും കൃഷി വിദഗ്ധരുമടക്കം പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ചാണ് ഇപ്പോൾ പേറ്റന്റിനായി നടപടികൾ പുരോഗമിക്കുന്നത്. നല്ല ബോൾട്ട് കായാണ്. 29 മുതൽ 35 അരി വരെയുണ്ട്. എപ്പോഴും നല്ല പച്ച കളറാണ്. നമ്മുടെ കാ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ തൂക്കുപാലത്ത് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതിൽ 50 രൂപ 100 രൂപ കൂട്ടി വില തരുന്നതാണ്. ഡൽഹി പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുക. പേറ്റന്റിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. അത് താമസം വരും. അതുകൊണ്ട് പുറത്തങ്ങനെ വിട്ടില്ല. കഴിഞ്ഞ വേനലിൽ 70% കൃഷിയാണ് ഹൈറേഞ്ചിൽ നശിച്ചത്. ഇത്തരത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് കൈത്താങ്ങുമായി ഈ കർഷകൻ കഴിഞ്ഞ വർഷം രംഗത്തെത്തിയിരുന്നു. കൃഷി നശിച്ച കർഷകർക്ക് ഏലത്തട്ടകൾ ചെറിയ വിലയിൽ നൽകി ഇത്തവണയും കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യാപകമായി കൃഷി നശിച്ച കർഷകർക്ക് തട്ടകൾ നൽകുവാൻ ഒരുക്കമാണെന്നും ഈ കർഷകൻ പറയുന്നു. കഴിഞ്ഞ വർഷം ഉണക്ക് വായിച്ച് നഷ്ടപ്പെട്ട കർഷകർക്കെല്ലാം ന്യായമായ വിലയ്ക്ക് നമ്മൾ ചെടികളും എല്ലാം കൊടുത്തായിരുന്നു. ഈ പ്രാവശ്യവും ന്യായമായ വിലയ്ക്ക് ആവശ്യക്കാർക്ക് കൊടുക്കും. കാലവർഷത്തെയും പ്രതിരോധിച്ച ഈ കർഷകന്റെ കൃഷിയെക്കുറിച്ച് പഠിക്കുവാൻ അടുത്ത ദിവസം കാർഷിക വിദഗ്ധരടക്കം എത്തുന്നുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് മൂന്നാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സൈക്കിൾ വിതരണ ഉദ്ഘാടനം മൂന്നാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേസിൽ വർഗീസ് നിർവഹിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പഴയ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലും നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും സൈക്കിൾ വിതരണം നടത്തിയത്. നല്ലതണ്ണി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂന്നാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേസിൽ വർഗീസ് സൈക്കിൾ കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ 318C റീജിയനിൽപ്പെട്ട 1001 സൈക്കിളുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. കാർമൽ സ്കൂളിൽ മൂന്നാറിൽ വെച്ച് ഇത് തുടങ്ങാൻ സാധിച്ചതിൽ മൂന്നാർ ലയൺസ് ക്ലബിന് വളരെ അഭിമാനമുണ്ട്. ട്രഷറർ K. ജെയിൻ, സ്കൂൾ ചെയർമാൻ ലിജി ഐസക്, ക്യാബിനറ്റ് മെമ്പർ ബിജു മാത്യു, തോക്കുപാറ ലയൺസ് ഭാരവാഹി സാജു ആലക്കാപ്പള്ളി, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സാൽവിൻ ഹേമ, അധ്യാപകരായ VA ഷീജ, കരോളിൻ സൈസ, ജയന്തി സി തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് NABH അംഗീകാരം ലഭിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയാണ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. ഡിസ്പെൻസറിയിലെ ഡോക്ടറിന്റെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ് ദേശീയ അംഗീകാരത്തിലേക്ക് ഡിസ്പെൻസറിയെ നയിച്ചത്. നിലവിൽ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സന്ദീപ് കരുൺ ആശുപത്രിയിലെത്തിയിട്ട് 2 വർഷം പൂർത്തിയാകുന്നതിനു മുമ്പെയാണ് അംഗീകാരം ലഭിച്ചത്.
അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ ദിവസേന 100ഓളം രോഗികൾ OP വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. NAB സെക്രട്ടേറിയറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അത് 3 തലങ്ങളിലൂടെയാണ് നമുക്ക് ഇൻസ്പെക്ഷൻ പോയത്. അത് നമ്മുടെ ജില്ലാ തലത്തിൽ, പിന്നെ സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ വന്നു. അങ്ങനെ നമ്മുടെ ആശുപത്രിക്ക് NAB സർട്ടിഫിക്കേഷൻ ലെവൽ കിട്ടിയിരിക്കുകയാണ്. സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ആവശ്യ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും അടിസ്ഥാന ലാബ് പരിശോധനകളുടെയും ലഭ്യത, ആതുര സേവകരുടെ ലഭ്യത, രോഗി പരിചരണത്തിൻ്റെ ഗുണനിലവാരം, മരുന്നുകളുടെ ഗുണനിലവാരമുള്ള സംഭരണവും വിതരണവും, അണുബാധ നിയന്ത്രണം തുടങ്ങി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ ആയുർവേദ ആശുപത്രിക്ക് അഭിമാന നിമിഷമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെയും ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഉജ്ജ്വലമായ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഡോക്ടറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം ഡോക്ടറിനോടൊപ്പം തന്നെ പ്രയത്നിച്ച സ്റ്റാഫുകൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ഭരണസമിതിക്ക് അഭിമാനാർഹമായി മാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ ക്വാളിറ്റി അക്രഡിറ്റേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ നഗരസഭയ്ക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്ദീപ് കരുണിനെ, മെഡിക്കൽ ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ട് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് മുതൽക്കൂട്ടായി നമുക്ക് ഈ അവാർഡ് നേടിത്തരുന്നതിന് സാധിച്ചത്. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ഥാപനത്തിലെത്തുന്ന രോഗികളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം കൂടി വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം നൽകുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളം കിട്ടാക്കനി. 8 കോടി മുടക്കിയ പദ്ധതി കാടുകയറി നശിക്കുന്നു. നാശത്തെ നേരിടുന്നത് 3 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിവെച്ച പദ്ധതി. വണ്ടൻമേട്ടിലാണ് കുടിവെള്ള പദ്ധതി കാടുകയറി നശിക്കുന്നത്. കല്ലാർകുട്ടിയിൽ കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലാർകുട്ടി സ്വദേശി തുരുത്തൽ കുട്ടപ്പനാണ് മരിച്ചത്. ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ലഹരിക്കെതിരായ പോരാട്ടം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒന്നായി മാറണമെന്നും കളക്ടർ പറഞ്ഞു. അടിമാലി വാളറ കുളമാങ്കുഴിയിലെ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു. അഡ്വക്കേറ്റ് രാജ MLA സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി നടന്ന ചർച്ചയിൽ ആശ്വാസകരമായ തീരുമാനം. ഇതോടെ സിറ്റി വിഷൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, കുട്ടീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം.
NK ട്രേഡിംഗ് കമ്പനി ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.